എല്ലാവർക്കും നമസ്കാരം. നവരാത്രിയുടെ 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ. ആദ്യത്തെ 2 ദിവസത്തെ കഥകൾ കേട്ടു എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ ദേവിയെ ഉള്ളിൽ ആവാഹിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഒരു റിവൈൻഡ് അടിച്ചാൽ, നമ്മൾ വീണ്ടും ഒന്ന് റിവൈസ് ചെയ്താൽ, ആദ്യത്തെ ദിവസം ശൈലപുത്രിയുടെ ജനനം, നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി മുഴുവൻ മാറ്റി ക്ലീനാക്കി ജനനം നടന്നു, അല്ലെ? നമ്മുടെ മനസ്സിൽ ഇമോഷൻസിൻ്റെ, നല്ല ഇമോഷൻസിൻ്റെ നന്മയുടെ ജനനം നടന്നു. 2-ാമത്തെ ദിവസം ബ്രഹ്മചാരിണി, ബ്രഹ്മത്തിൽ ചരിക്കുന്നവൾ, ബ്രഹ്മത്തിൽ സഞ്ചരിക്കുന്നവൾ. നമ്മളും അതേ ബ്രഹ്മത്തിൽ ഭഗവാനെ അറിയാനുള്ള പാതയിൽ സഞ്ചരിച്ചുകൊണ്ട് ആദ്യത്തെ മൂലാധാര ചക്രത്തിൽ നിന്ന് സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് എത്തി. ഇനി അടുത്ത 3-ാമത്തെ ദേവിയായി 3-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 3-ാമത്തെ ദിവസത്തെ ദേവിയാണ് ചന്ദ്രഘണ്ഠാദേവി. ചന്ദ്രഘണ്ഠ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ തിലകം ചാർത്തിയ, അത് ബെല്ല് പോലെ, മണി പോലെ ഇരിക്കും, ഘണ്ഠം പോലെ ഇരിക്കും. അതുകൊണ്ടാണ് ചന്ദ്രഘണ്ഠ എന്നുള്ളൊരു പേര് ദേവിക്ക് വന്നത്. അപ്പോൾ പാർവതി ദേവി നമ്മൾ 2 കഥയിൽ കണ്ടു. സതീദേവി തീയിൽ, അഗ്നിയിൽ ചാടി സ്വയം ആഹുതി ചെയ്യുന്നതും, 2-ാമത് പാർവതി ദേവിയായി ഹിമവാന്റെ പുത്രിയായി ജനിക്കുന്നതും, അത് കഴിഞ്ഞ് ബ്രഹ്മത്തിൽ ചരിച്ചുകൊണ്ട് നന്നായി തപസ് ചെയ്തുകൊണ്ട്, വർഷങ്ങളോളം തപസ് ചെയ്തുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം നേടിയെടുക്കുന്നത്. ഇന്ന് ചന്ദ്രഘണ്ഠാദേവിയാണ് ശിവഭഗവാൻ പ്രീതനായി, നല്ല അനുഗ്രഹീതനായി പാർവതി ദേവിയിൽ, പാർവതി ദേവിയുടെ ധ്യാനം, തപസ്സൊക്കെ കണ്ട് വല്ലാതെ ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്യാനായിട്ട് സമ്മതിച്ചു. അങ്ങനെ പാർവതി ദേവിയുടെ വീട്ടിലേക്ക് എല്ലാ പരിവാര സമേതം വിവാഹം ചെയ്യാനായിട്ട് വരികയാണ്. വരുന്നത് എങ്ങനെയാണ് നമുക്കറിയാം. ശിവഭഗവാൻ എങ്ങനെയാണ് കാണുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള രൂപം എങ്ങനെയാണ്? ജടയുണ്ടാവും തലയിൽ. ഒന്ന് ആലോചിച്ച് നോക്കുക, കല്യാണത്തിന് വരം വരിക, തലയിൽ വലിയ ജട ഇങ്ങനെ ചെട കൂടിയിട്ട് മുടി ഇങ്ങനെ വലുതായിട്ട് നിൽക്കുന്നു, മേല് മുഴുവൻ ഭസ്മം, പുലിത്തോൽ അണിഞ്ഞേക്കണു. അതേപോലെ തന്നെ കഴുത്തിൽ മുഴുവൻ നിറയെ അസ്ഥിക്കൂടത്തിൻ്റെ മാലകൾ, കൂടെയുള്ള ഗണങ്ങൾ മുഴുവൻ അതേപോലെ തന്നെ ഭസ്മം അണിഞ്ഞ് അങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ പിടിച്ച് ഭൂതഗണങ്ങളെല്ലാം കൂടെ കല്യാണത്തിന് നിൽക്കുന്ന, വിവാഹത്തിന് നിൽക്കുന്ന ആളുകളെല്ലാം ഞെട്ടി. ഇങ്ങനെയാണോ വരാനായിട്ട് പോകുന്നതെന്ന്. ഈ രൂപം കണ്ട വഴിക്ക് പാർവതി ദേവിയുടെ, ചന്ദ്രഘണ്ഠാദേവിയുടെ അമ്മ മീനാവതി ദേവി ബോധം കെട്ട് വീണു. അപ്പോൾ ബോധം കെട്ട് വീണ് കഴിഞ്ഞപ്പോൾ ചന്ദ്രഘണ്ഠാദേവി സ്വന്തം രൂപം എടുക്കുകയാണ്, വലിയ രൂപം എടുക്കുകയാണ്. 10 കൈകളും 3 കണ്ണുകളും ഒക്കെ ആയിട്ട് വലിയൊരു രൂപം ചന്ദ്രഘണ്ഠാദേവി എടുത്തിട്ട് ആ 10 കൈകളിലും ഒരു കൈ എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടും, ബാക്കിയുള്ള കൈകളിൽ ഒരെണ്ണത്തിൽ ജപമാല, ഒരെണ്ണത്തിൽ കമണ്ടലു, ബാക്കിയുള്ള ഒരെണ്ണത്തിൽ അമ്പ്, വില്ല്, അതേപോലെ തന്നെ ഗദ, അങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് 10 കൈകളുമായിട്ട് ചന്ദ്രഘണ്ഠാദേവി ശിവഭഗവാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ശിവഭഗവാനോട് അപേക്ഷിക്കുകയാണ്, അങ്ങ് ഈ ഒരു രൂപത്തിൽ നിൽക്കരുത്, ഈ ഒരു രൂപത്തിൽ നിന്നാൽ കാണുന്ന ആളുകളും പേടിച്ചു പോകും. ഇത്രയും തപസ് ചെയ്ത് ഞാൻ അങ്ങേ എന്താ പറയുക, നന്നായിട്ട് സന്തോഷിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ വിവാഹം നല്ല സാധാരണ എങ്ങനെയാണോ വരന്മാർ വരുന്നത് അതേ രൂപത്തിൽ, സൗന്ദര്യമുള്ള രൂപത്തിലേക്ക്, അങ്ങയുടെ ശാന്തമായ രൂപത്തിലേക്ക് വരണമെന്ന് താണികൻ അപേക്ഷിക്കുകയാണ്. അങ്ങനെ അപേക്ഷിക്കുന്നത് വഴി ശിവഭഗവാനും ഗണങ്ങളും കൂടെ വന്ന എല്ലാവരും സാധാരണ രൂപത്തിലേക്ക് മാറി. അങ്ങനെ എല്ലാവരും നല്ല ഭംഗിയായിട്ട് വിവാഹം ചെയ്യുന്നതാണ് ചന്ദ്രഘണ്ഠാദേവിയുടെ കഥ. അതായത് 3-ാമത്തെ ദിവസം. ഇതിൽ നമുക്ക് എന്താ എടുക്കാനുള്ളത്? നമ്മളെന്താ ഇതിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കണം? നമ്മുടെ ജീവിതത്തിൽ എന്താണ് പകർത്താനുള്ളത്? അതാണ് അറിയേണ്ടത്. എന്ത് ഗുണങ്ങളാണ് നമുക്ക് എടുക്കാനുള്ളത്? അപ്പോൾ ചന്ദ്രഘണ്ഠാദേവി എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള പേടി മാറി, നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി മാറി, നമ്മുടെ ജീവിതത്തിൽ ന്യായം കൊണ്ടുവരാനായിട്ട്, നോ പറയേണ്ടടുത്ത് നോയും യെസ് പറയേണ്ടടുത്ത് യെസ് നമുക്ക് പറയാനായിട്ട് പറ്റാൻ, നമ്മുടെ ജീവിതത്തിൽ ചിട്ട കൊണ്ടുവരാൻ, നന്മ ജനിച്ചു, നമ്മൾ ബ്രഹ്മത്തിൽ ചരിച്ചു, ഭഗവാനിലേക്ക് എത്താനായിട്ട് നമ്മൾ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്തു? ധ്യാനത്തിലിരുന്നു. 2-ാമത്തെ ദിവസം ധ്യാനം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഭയം മാറി, ആൻസൈറ്റി മാറി, ഡിപ്രഷൻ മാറി. ഈ ഡിപ്രഷനും എല്ലാം മാറ്റിക്കൊണ്ട് ചന്ദ്രഘണ്ഠാദേവി നമ്മളെ അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ന്യായം ഉണ്ടാവട്ടെ, ചിട്ടയുണ്ടാവട്ടെ, ചിട്ടയോടുകൂടി ജീവിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് ഒരു പടി കൂടി നമ്മൾ മുന്നോട്ടെത്തുകയാണ്. അപ്പോൾ 3-ാമത്തെ ചക്രമായിട്ടുള്ള മൂലാധാരത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സ്വാധിഷ്ഠാന ചക്രത്തിലെത്തി മണിപൂരക ചക്രത്തിലെത്തിയിരിക്കുകയാണ്. 3-ാമത്തെ ചക്രമായ മണിപൂരക ചക്രത്തിൽ ഈ 9 ദിവസം ഈ 9 ദേവിമാരെയും നമ്മുടെ ഉള്ളിൽ ആവാഹിച്ച് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫെമിനൈൻ എനർജി നമുക്ക് ഉണർത്താൻ പറ്റിയാൽ, നമ്മുടെ ഉള്ളിലുള്ള കുണ്ഡലിനി ശക്തി ഉണരുകയും സഹസ്രാര പത്മം വഴി കഴിഞ്ഞ് കടന്ന് ഭഗവാനിലേക്ക് എത്താനായിട്ട്, നമ്മുടെ ഉള്ളിലുള്ള ഹയ്യർ വൈബ്രേഷൻ, ഹയ്യർ എനർജിയിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് ഈ 9 ദിവസത്തിൻ്റെയും പ്രത്യേകത. ഈ 9 ദിവസം കൊണ്ട് ചെറുതായ രീതിയിലാണെങ്കിലും നമ്മൾ സാത്വികമായി ജീവിച്ച്, സാത്വികമായ ആഹാരം കഴിച്ച്, നാമജപങ്ങൾ കൂടിയിട്ട് രാവിലെ നേരത്തെ എണീറ്റും വൈകിട്ട് വിളക്ക് കൊളുത്തുമ്പോഴും നമുക്ക് പറ്റുന്ന രീതിയിൽ അറിയുന്ന ദേവീ മന്ത്രങ്ങളോ ദേവി ശ്ലോകങ്ങളോ ചൊല്ലി
ഭഗവാനിൽ അർപ്പിച്ച് അമ്പലത്തിൽ പോകാൻ പറ്റുന്നവർ അമ്പലത്തിൽ പോയി പ്രസാദം വെച്ച് വെള്ളം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമ്മൾ നാമം ചൊല്ലുന്ന സമയത്ത് വെള്ളം വെച്ച് ആ വെള്ളം കുടിച്ച് ഒരു കാര്യം ഉറപ്പിച്ചോളൂ, മാറ്റം എന്തായാലും വരും. ഈ 9 ദിവസം കഴിയണോട് കൂടിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു എനർജി വൈബ്രേഷൻസ് ഹൈയാവും. നമ്മളെ കാണുന്ന ആളുകൾക്ക് ആ ഒരു ശാന്തത, അനുഗ്രഹം, ആനന്ദം എന്തായാലും ഫീൽ ചെയ്യും. നമ്മുടെ ഉള്ളിൽ ആ വ്യത്യാസം നമുക്ക് അറിയാനായിട്ട് പറ്റും. ഈ വ്യത്യാസം അറിയണമെങ്കിൽ ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ രൂപം നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ആ ഒരു എനർജി വൈബ്രേഷൻ നമ്മുടെ ഉള്ളിലുണ്ടാവണം. നമ്മൾ രാവിലെ തൊട്ട് നാമം ചൊല്ലുന്ന സമയത്ത് ആ ഒരു ഭയമില്ലായ്മ, ആ ഒരു പ്രത്യേക തേജസ്, ആ ഒരു നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളും നെഗറ്റിവിറ്റി, ഡിപ്രഷൻ എല്ലാം മാറുന്നതായിട്ടും മായുന്നതായിട്ടും എല്ലാം മാഞ്ഞ് പോസിറ്റിവിറ്റി അത്രയും ഉയരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. അങ്ങനെ ഫീൽ ചെയ്താൽ ഈ 9 ദിവസം കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഉള്ളിലുള്ള ആ എനർജി വ്യത്യാസം വരും. നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കുന്നതിലേക്ക് നമ്മൾ കൂടുതലെത്തും. നമുക്ക് കൂടുതൽ ഭഗവാനുമായിട്ട്, നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യവുമായിട്ട് നമുക്ക് കൂടുതൽ എടുക്കാനായിട്ട് പറ്റും. ഫെമിനൈൻ എനർജിക്ക് അതാണ് പ്രത്യേകത, സറണ്ടറാണ്. നമുക്ക് ഒരാളുടെ മുമ്പിൽ പൂർണ്ണമായിട്ട് സമർപ്പണ ഭാവത്തോടു കൂടി നിൽക്കാൻ പറ്റും. അതിന് ഫെമിനൈനിറ്റി നമുക്ക് അത്യാവശ്യമാണ്. അതേ എനർജിയാണ് ഈ നവരാത്രി കൊണ്ട് 9 ദിവസങ്ങൾ 9 രാത്രി കൊണ്ട് നമ്മൾ ഉണർത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ചന്ദ്രഘണ്ഠാദേവി നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിന് നമ്മുടെ ഉള്ളിലുള്ള പേടി മാറി നമുക്ക് ന്യായം കൊണ്ടുവരാനും ചിട്ട കൊണ്ടുവരാനും അതേപോലെ ഡിപ്രഷൻ പോലെയുള്ള വിഷമങ്ങൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റാനും ദേവി നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഉള്ളിലുള്ള ചന്ദ്രഘണ്ഠാദേവി ഉണർത്തിക്കൊണ്ട്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആ ദേവിയെ ഉണർത്തിക്കൊണ്ട് 3-ാമത്തെ ദിവസം എല്ലാവർക്കും നേരുന്നു. എല്ലാവർക്കും നമസ്കാരം.